റോഡിൽ ഇപ്പോഴും ഗതാഗതം പൂർണ്ണമായി തടഞ്ഞിട്ടില്ല. അത് പ്രധാനമന്ത്രി കൽപ്പറ്റയിൽ ഇറങ്ങിയ ശേഷമായിരിക്കും അത്തരമൊരു ക്രമീകരണം ഉണ്ടാവുക എന്ന് തോന്നുന്നു. എന്തായാലും നിലവിൽ സ്വകാര്യ വാഹനങ്ങളുടെ ഗതാഗതം അനുവദിക്കുന്നുണ്ട്. പാർക്കിംഗ് നേരത്തെ തന്നെ തടഞ്ഞിട്ടുണ്ട്. ക്യാമ്പിനടുത്ത് പോലീസുണ്ട്, കൂടുതൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ഒരു സന്ദർശന കേന്ദ്രമാണ് ഈ സെൻറ് ജോസഫ്സ് ഗേൾസ് ഹൈസ്കൂളിലെ ക്യാമ്പ്. പ്രധാനമന്ത്രി നേരെ ചൂരൽമലയ്ക്ക് പോവുകയാണെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന റോഡിലൂടെ വരില്ല. അദ്ദേഹം മേപ്പാടി ടൗൺ കുറച്ചുകൂടി അപ്പുറത്താണ്. ഞാൻ നിൽക്കുന്നതിനും പിന്നിലാണ്. കൽപ്പറ്റയിൽ നിന്ന് വരുമ്പോൾ അതിന് മുന്നെയാണ്. ആ മേപ്പാടി ടൗണിലെ ജംഗ്ഷനിൽ നിന്നാണ് ചൂരൽമലയിലേക്ക് പോവുക. അവിടെ നിന്ന് തിരിഞ്ഞ് നേരെ ചൂരൽമലയിലേക്ക് പോകുന്നു. തിരിച്ചു വന്നതിന് ശേഷം മേപ്പാടി ടൗണിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വരുന്നു. ഈ ഭാഗത്തേക്ക് വന്നാൽ വിംസ് ആശുപത്രിയിലേക്കുള്ള റോഡാണിത്. ഈ ഭാഗത്ത് നിന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വിംസ് ആശുപത്രിയിലേക്ക് തിരിയുന്ന ജംഗ്ഷനായി. അവിടെ നിന്ന് അദ്ദേഹം വിംസ് ആശുപത്രിയിലേക്ക് പോകുന്നു. വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വന്ന് ഈ ക്യാമ്പിൽ ഇറങ്ങുന്നു. അങ്ങനെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായ അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ. അങ്ങനെയാണ്. തിരിച്ച് ഈ ക്യാമ്പിലെത്തുന്നു. ക്യാമ്പിൽ അന്തേവാസികളുമായി സംസാരിക്കുന്നു. വീണ്ടും ഈ റോഡ് വഴി കൽപ്പറ്റയിലേക്ക് മടങ്ങുന്നു. കൽപ്പറ്റയിലെത്തിയ ശേഷം കലക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നു. കലക്ടറേറ്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ SKMJ ഹൈസ്കൂൾ എന്ന് പറയുന്നത്. ഒരു ക്യാമ്പിൽ കഴിയുന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ അവിടെയും നിയന്ത്രണങ്ങളുണ്ടോ? ആർക്കൊക്കെ അദ്ദേഹത്തിനോട് സംസാരിക്കാം? അദ്ദേഹത്തിന് എങ്ങനെ ഈ ആളുകളെയൊക്കെ കാണുമ്പോൾ അവിടെ എന്തെങ്കിലും നിയന്ത്രണങ്ങളോ ക്രമീകരണങ്ങളോ അവിടെ വേറെ തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അതിനുള്ളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായ ധാരണയില്ല. സ്വാഭാവികമായും നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഏതാനും ആളുകളോടായിരിക്കും അദ്ദേഹം സംസാരിക്കുക എന്ന് തോന്നുന്നു. ആ ക്യാമ്പ് കൂടുതൽ ഏറ്റവും സുരക്ഷിതമായ ഒരു ക്യാമ്പ് എന്ന നിലയ്ക്കാണ് ഈ സെൻറ് ജോസഫ്സ് HS അദ്ദേഹം ഗേൾസ് ഹൈസ്കൂളിലേക്ക് അദ്ദേഹം എത്തുന്നത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെയും സ്വാഭാവികമായും നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങോട്ടുള്ള പ്രവേശനം നേരത്തെ തന്നെ വളരെ കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. നമ്മൾ ആ ക്യാമ്പിന്റെ മുന്നിൽ പോയതാണ് രാവിലെ. അങ്ങോട്ട് ആ സമയത്ത് ദൂരദർശൻ മാത്രമേ, മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ദൂരദർശൻ്റെ ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പോലീസ് അറിയിച്ചതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെ നിന്ന് തൊട്ടടുത്താണ്. ഇപ്പോൾ അത് റോഡിൽ കൂടി നിൽക്കുന്ന ആളുകളെയൊക്കെ പോലീസ് മാറ്റുന്നുണ്ട്. അവിടെ നിൽക്കാൻ പാടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ബാരിക്കേഡിന് ഉള്ളിൽ തന്നെ പോലീസിൻ്റെ വാഹനം ഇപ്പോൾ അവിടെ നിന്ന് ആളുകളോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയുന്നുണ്ട്. ബാരിക്കേഡൊക്കെ കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തന്നെ നിയന്ത്രണങ്ങളൊക്കെ ഉറപ്പാക്കുന്നുണ്ട്. നിയന്ത്രണങ്ങൾ കർശനമാണ് എന്ന് ഉറപ്പാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സന്ദർശന പോയിന്റാണ് ഈ ക്യാമ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം കൽപ്പറ്റയിലേക്ക് മടങ്ങും. ദുരന്തഭൂമി സന്ദർശിച്ച ശേഷം അദ്ദേഹം വിംസ് ആശുപത്രിയും ഈ ക്യാമ്പും മാത്രമാണ് മേപ്പാടിയിൽ എത്തുക. അവിടെ നിന്ന് അദ്ദേഹം കൽപ്പറ്റയിലേക്ക് മടങ്ങിയാണ് അവലോകന യോഗത്തിൽ പങ്കെടുക്കുക. എന്തായാലും കൽപ്പറ്റയിൽ അദ്ദേഹം ഇറങ്ങുന്നതോടുകൂടി ഈ ഭാഗത്തെ നിയന്ത്രണങ്ങൾ കർശനമാക്കും. മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ആദ്യം പോകുന്ന റൂട്ട് ഇതല്ല. ഇതിന് തൊട്ടപ്പുറത്ത് മേപ്പാടി ടൗണിൽ നിന്ന് അദ്ദേഹം ചൂരൽമലയിലേക്കാണ് പോവുക. ചൂരൽമലയിലെത്തി മടങ്ങുമ്പോഴാണ് അദ്ദേഹം വിംസ് ആശുപത്രിയിലേക്കാണ് ഇതുവഴി കടന്നു പോകേണ്ടത്. എന്തായാലും എല്ലാ നിയന്ത്രണങ്ങളും വളരെ കർശനമാണ്. സംസ്ഥാന പോലീസ് വളരെ ഗൗരവത്തിലാണ് ഈ സുരക്ഷ എടുത്തിരിക്കുന്നത്. കാരണം പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് ആദ്യം എത്തുകയാണ്. എനിക്ക് തോന്നുന്നു രാജീവ് ഗാന്ധിക്ക് ശേഷം വയനാട് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അതിനിടയ്ക്കുള്ള പ്രധാനമന്ത്രിമാരൊന്നും വയനാട്ടിൽ വന്നതായി ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷമാണ് ഈ മാവോയിസ്റ്റ് പ്രശ്നങ്ങളൊക്കെ വയനാട്ടിൽ വരുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമൊക്കെ വയനാട്ടിനെ ഒരു മാവോയിസ്റ്റ് ബാധിത മേഖലയായിട്ടൊക്കെ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷയിൽ ഒരു പഴുതും ഇല്ലാത്ത സുരക്ഷയാണ് കേന്ദ്ര വിഭാഗങ്ങളാണെങ്കിലും സംസ്ഥാന പോലീസാണെങ്കിലും ഒരുക്കിയിരിക്കുന്നത്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. അക്ഷയ. ശരി, കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.